നമസ്കാരമുണ്ട് സ്വാമി. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമായിട്ട് പോകണം. സ്വാമിയുടെ ഈ ഒരു സ്ഥലം എവിടെയാണ് ശരിക്കും കറക്റ്റ്? നമ്മളിപ്പോൾ ഈ സ്ഥാപനം ഇരിക്കുന്ന സ്ഥലം, അതായത് സ്വീറ്റ്സ് ഉണ്ടാക്കുന്ന സ്ഥലം, ഇത് എറണാകുളം ജില്ലയിൽ തൃപ്പൂണിത്തുറ പോകുന്ന വഴിക്ക് പേട്ട എന്ന് പറയുന്ന ഒരു സ്ഥലം. അവിടെ മരട് ഭാഗത്തേക്ക് തിരിയുമ്പോൾ കാണുന്ന എൻ്റെ ഷോപ്പ്. അടുത്ത ഷോപ്പ്. അതെ. എത്ര വർഷമായി ഇവിടെ തുടങ്ങിയിട്ട്? ഞാനിപ്പോൾ ഈ മേഖലയിൽ ഏതാണ്ട് 27 വർഷത്തോളമായിട്ടുണ്ട്. 27 വർഷമായി. അതായത് പാരമ്പര്യമായിട്ടുള്ളൊരു ജോബാണത്? പാരമ്പര്യം എന്ന് പറയുമ്പോൾ എൻ്റെ ഏട്ടന്മാരൊക്കെ ഇതേ ബിസിനസ്സൊക്കെയാണ് ചെയ്തിരുന്നത്. ഇതും ഐസ്ക്രീം, എൻ്റെ മാനുഫാക്ചറാണ് എൻ്റെ ചേട്ടന്. പിന്നെ അച്ഛനായിട്ടും അത്യാവശ്യം നല്ലോണം ഈ ഇതിനെപ്പറ്റി സ്വീറ്റിനെപ്പറ്റി നന്നായിട്ട് അറിയാമായിരുന്നു. കാറ്ററിംഗ് ഒക്കെ അച്ഛനും നന്നായിട്ട് അറിയുമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും നമ്മൾ ഇതിലേക്ക് ഇറങ്ങിയിട്ടില്ല. അച്ഛൻ്റെ കാലശേഷമൊക്കെയാണ് ഏട്ടന്മാർ ഈ ബിസിനസ്സിലേക്ക് വന്നത്. അതിനുശേഷം അവരൊക്കെ വയസ്സായി, അവരൊക്കെ ഏതാണ്ട് നിർത്തിമാരിയാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നു. ചേട്ടന്മാര് അത് പയ്യെ സ്റ്റോപ്പ് ചെയ്ത് വരണം, നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണ്? അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യ മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളിലും സ്വാമീസ് എന്ന് പറഞ്ഞൊരു അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഓക്കെ, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? ഇത് ഇപ്പോൾ ധാരാളം ആൾക്കാർ ഗൾഫ് കൺട്രീസിൽ നിന്നും UK നിന്നോ അവിടെ നിന്നൊക്കെ വന്നിട്ട് അവിടെയൊക്കെ വരുന്ന ലീവിന് വരുമ്പോൾ പല ആൾക്കാരും ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നുണ്ട്, ബൾക്കായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു കുറച്ച് ആൾക്കാർ ആദ്യമൊക്കെ ഇത് ഇവിടുന്ന് വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഇഷ്ടപ്പെട്ടിട്ടായിരിക്കാം ഇങ്ങനെ ഗൾഫ് കൺട്രീസിൽ കൂടുതൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ട് അവിടെ. എന്നെ അവിടെ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ വിളിക്കാറുണ്ട്. സ്വീറ്റൊക്കെ കഴിച്ചതിന് ശേഷം സ്വാമി നന്നായിട്ടുണ്ട്, അങ്ങനെയാണ്, ഞങ്ങൾക്ക് അറിയില്ല ഇതെവിടെയാണ് ഷോപ്പ് എന്താണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പല ആൾക്കാരും വിളിക്കാറുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ കൊണ്ടുപോകുന്നുണ്ട് ആ ഭാഗത്തേക്ക്. അല്ല, നമ്മളിവിടുത്തെ ഉള്ള എന്തൊക്കെ ഐറ്റംസ് ആണ് നമ്മളിവിടെ സ്വാമി ചെയ്യുന്നത്? ഞാൻ മെയിനായിട്ട് സൗത്ത് ഇന്ത്യൻ സ്വീറ്റ്സാണ്. അതായത് ലഡു, ജിലേബി, സാധാരണ മൈസൂർ പാവ്, കട്ടിയുള്ള മൈസൂർ മൈസൂർ പാവ്, ഹലുവ, അതുമാതിരി പുളിയൻ ജിലേബി, അതൊക്കെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. അതിനൊക്കെയാണ് നമ്മൾ കൂടുതൽ ഇത് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്. അതൊക്കെയാണ് ആൾക്കാർ കൂടുതൽ വാങ്ങിക്കൊണ്ട് പോകുന്നത്. പ്രത്യേകിച്ച് പുറമേക്കും പോകുന്ന ആൾക്കാർക്ക് നമ്മൾ പറയുന്നത് സാധാരണ ലഡുവും ഈ സാധാ മൈസൂർ പാവ് അങ്ങനെയൊക്കെ സാധനങ്ങൾ അവർ കൊണ്ടുപോകുക. ആൾക്കാർക്ക് കൂടുതലായിട്ട് നമുക്ക് നമ്മുടെ സ്വാമീസിന്റെ മെയിൻ ഐറ്റം എന്താണ്? ലഡുവാണ്. ജിലേബി. ഒരു സംശയം, ആ ഒരു ടേസ്റ്റ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന രീതി ഒരു പ്രത്യേക രീതിയാണ്. അതുപോലെ നമ്മൾ അതിന് യാതൊരു കാരണവശാലും ഒരു അതിന്റെ അളവിലും ഇതിലും കെമിക്കലൊന്നും ഇല്ല, നാച്ചുറൽ തന്നെ. പിന്നെ അതിന് ആ ഇടേണ്ട ചേരുവകളുടെ യാതൊരു കുറവും വരുത്തില്ല. അതാണ് ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. നമ്മൾ കൊടുക്കുന്ന സാധനം ക്വാളിറ്റിയിലും തീർച്ചയായിട്ടും അതാണ് മെയിൻ ആയിട്ടുണ്ടല്ലോ അല്ലേ? ഒരു പ്രാവശ്യം കഴിച്ച ആള് പിന്നെ രണ്ടാമത് അല്ല വന്നുകൊണ്ടേയിരിക്കും അല്ലേ? അതെ. ഈ ഒരു ബിസിനസ് എങ്ങനെ കസ്റ്റമേഴ്സിന്റെ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം? പല ആൾക്കാർ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മാതിരി എല്ലാ ദിവസവും ഒരുപോലെ ആയിരുന്നു വരില്ല, ചെറിയൊരു വ്യത്യാസമൊക്കെ വരും. അപ്പോൾ ആൾക്കാർ എന്നെ വിളിച്ചു പറയും, സ്വാമി ഇതേ ഈ കൊണ്ടുപോയ മിക്സർ തണോ ശരിയായിട്ടില്ല, ലഡുവിന് ഇങ്ങനെ. അപ്പോൾ ഞാൻ അവർ കസ്റ്റമർക്ക് പ്രത്യേകം പറയാറുണ്ട്, ഞാൻ അങ്ങനെ എന്തെങ്കിലും തുറന്ന് പറയണം. അത് ഞാൻ നിർബന്ധമായിട്ട്. കാരണം എത്ര ആൾക്കാർ പറഞ്ഞു, സ്വാമി ക്ഷമിക്കണം കേട്ടോ എന്നൊക്കെ. നമ്മൾ ക്ഷമയൊന്നും പറയണ്ട, കാരണം നിങ്ങൾ പറയണം. കാരണം എന്ത് മിസ്റ്റേക്ക് വന്നാലും പറഞ്ഞാലേ എനിക്ക് അടുത്ത പ്രാവശ്യം അതാണ് സ്വാമിയുടെ ക്വാളിറ്റി. തീർച്ചയായിട്ടും അത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. സ്വാമി ഇപ്പോൾ 25 വർഷമായിട്ട് ഈ ഒരു ഫീൽഡിലാണ് അല്ലേ? അതെ. അപ്പോൾ പല കസ്റ്റമേഴ്സും ഉണ്ടാവും അല്ലേ? അതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു? നമ്മളെല്ലായിടത്തും ഒരേപോലെയാണ്.
എപ്പോഴും ആ ചിരിച്ചു ഇപ്പൊ സ്വാമി ചിരിച്ചോണ്ടിരിക്കുന്ന ആ ഒരു തന്നെയാണ് എല്ലാവരും അല്ലേ? അതേപോലെ തന്നെയാണ് സ്വീറ്റ്സിനും. തീർച്ചയായിട്ടും അല്ലേ? അത് നമ്മൾ നല്ല സാധനം കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാരുടെ മുഖത്ത് നല്ലൊരു ചിരിക്കണം. അത് മാത്രം മതി. അത് കണ്ടാൽ അല്ലേ? തീർച്ചയായിട്ടും. പിന്നെ വേറെ കാര്യമുണ്ട് സ്വാമി, നമ്മൾ ഈ സാധനം ഇപ്പൊ ഗൾഫ് കൺട്രീസിലൊക്കെ കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞില്ലേ, ഇത് അവിടുത്തെ ആൾക്കാർ അവിടെ നിന്ന് വിളിച്ചു പറയുമ്പോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു സന്തോഷം. പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഒരാൾ നമ്മൾ സ്വാമി നന്നായിട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ഒരു വയസ്സ് കുറയണം മാതിരിയാണ്. അല്ല കൂടണം മാതിരിയാണ്. എന്താ പറയാ, ഒരു വയസ്സ് കുറയണം പറയാ. അതെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറയുമ്പോ തന്നെ നമുക്ക് സ്വാമിക്കാണ് തീർച്ചയായിട്ടും അല്ല നമ്മളുടെ ആ ഒരു ക്വാളിറ്റിയുടെയാണ് അത് നമ്മൾ കൊടുക്കുന്ന സാധനത്തിന്റെ ഫുഡിന്റെ ഐറ്റംസ് ആണെങ്കിലും നമ്മൾ ആ കൊടുക്കുന്ന സാധനത്തിന് നമ്മള് സ്വാമിയുടെ കൈയാണെല്ലാം. അതെ, നിർബന്ധമായിട്ടും എല്ലാത്തിലും. അതായത് ഇപ്പൊ എന്നൊക്കെ പറഞ്ഞാൽ ആദ്യകാലങ്ങളിലൊക്കെ തുടങ്ങുമ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കുമായിരുന്നു. ഇപ്പൊ ഇങ്ങനെ കഴിച്ച് കുറച്ച് ഷുഗറിന്റെ പ്രശ്നങ്ങൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ കുറച്ച് എന്നാലും അത്യാവശ്യം നോക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നോക്കുന്നുണ്ട്. അല്ല ഇപ്പൊ ഈ പറഞ്ഞ പോലെ അതങ്ങനെ ശീലിച്ചു പോയതുകൊണ്ട് നമ്മളത് അതെ നമ്മളെപ്പോഴും അത് നോക്കിക്കൊണ്ടിരിക്കണം. കാരണം നല്ല വർക്കേഴ്സാണ് ഉള്ളത് എനിക്ക്. തീർച്ചയായും ഞാനും നിൽക്കുന്നുണ്ട്. പക്ഷെ എങ്കിൽ തന്നെ നമ്മളില്ലാത്ത സമയത്തായാലും അവരത് ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടോ എന്ന് അറിയണമെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. മലയാളികളാണ്, തമിഴ് ആൾക്കാരുണ്ട്, പിന്നെ ഇപ്പൊ നോർത്ത് ഇന്ത്യൻ പണിക്കാരും ഉണ്ട് എനിക്ക്. പിന്നെ വേറെ കാര്യമുണ്ട് സ്വാമി, സ്വാമിയുടെ ഒരു വേറൊരു പ്രത്യേകത ഉണ്ട്, അറിയോ? സ്വാമി അവിടുത്തെ ഒരു വടയുണ്ട്. വടനെ പറ്റി ഒന്നും പറയാനില്ല. ശരിക്കും വട എന്നുണ്ടെങ്കിൽ ശരിക്കും ഒത്തിരി ഒരു ദിവസം എത്ര വടയാണ് ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്? ഞാൻ കുറെ വട ഉണ്ടാക്കുന്നുണ്ട്. വട ധാരാളം ഉണ്ടാക്കുന്നുണ്ട്. വടയ്ക്ക് നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സ്വാമീസിന് വട കഴിക്കുമ്പോൾ അതെ അത് പ്രത്യേകം പറയുന്നുണ്ട് എല്ലാ ആൾക്കാരും. അല്ലേ? വടയുടെ അതിൻ്റെ കൂടെ കൊടുക്കുന്ന ചട്നിയും ഒന്നും പറയാനില്ല. അത് മാറ്റമില്ല. തേങ്ങാ ചമ്മന്തിയാണ്, അതിനകത്ത് വേറെ ഒന്നും മിക്സിങ് ഒന്നും ചെയ്യും ഒന്നുമില്ല. ഒരു ഇഞ്ചി, പച്ചമുളക്, നാളികേരം. അപ്പോൾ ആ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഭംഗിയായിട്ട് അരച്ചു കൊടുത്താൽ എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത് കുറച്ച് ചൂടിയോടുകൂടി അരച്ചു കൊടുക്കണം എന്ന് പറഞ്ഞാൽ അതിൽ എരിവ് കാര്യങ്ങൾ വേണം, എങ്കിലും അതിന് രുചി ഉണ്ടാവുകയുള്ളൂ. കുറച്ച് നല്ലോണം പച്ചമുളക് ഇട്ട് അല്ലെങ്കിൽ ഉണക്കമുളക് ഇട്ട് ഭംഗിയായിട്ട് അരച്ച് ഒന്ന് കടുകൊക്കെ പൊട്ടിച്ചിട്ട് കഴിഞ്ഞാൽ അതിന് പ്രത്യേക രുചി. ഇപ്പോഴും വടയൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഭംഗിയായിട്ട് തന്നെ ഉണ്ടായി. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു സ്ഥാപനം അല്ലാതെ ഇപ്പൊ സ്വീറ്റ്സ് ഷോപ്പ് അല്ലാതെ വേറെ എന്തൊക്കെയാണുള്ളത്? ഞാനിപ്പോ ഒരു റെസ്റ്റോറന്റ് ഇപ്പോൾ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓക്കെ, റെസ്റ്റോറന്റ് വെജിറ്റേറിയൻ പക്കാ വെജ്. ഞാൻ സ്വാമിയാണ്, വെജ് മാത്രമേ പറ്റുള്ളൂ, അത് ചെയ്യാൻ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അതും ഭംഗിയായിട്ട് നല്ല രീതിയിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ? അവിടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മസാല ദോശ, അങ്ങനെയുള്ള സൗത്ത് ഇന്ത്യൻ മസാല, നെയ് റോസ്റ്റ്, പൂരി മസാല, ചന ഭട്ടൂര, പിന്നെ ഫ്രൈഡ് റൈസ്, പുലാവ് റൈസ്, അങ്ങനെയുള്ള നോർത്ത് ഇന്ത്യൻ ഡിഷസും. പിന്നെ ഇപ്പൊ ഈ അടുത്ത് നമ്മൾ പുതിയൊരു സംഭവം ഇറക്കിയിട്ടുണ്ട്, ഒരു കിഴി പൊറോട്ട. ഈ സാധനം നമ്മുടെ പൊറോട്ട വെജിറ്റബിള് കിഴി പൊറോട്ട. ഫസ്റ്റ് ഇവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ ശരിക്കും, കണ്ടിട്ടില്ല. ഇപ്പൊ ഉണ്ടാക്കി തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായുള്ളൂ. നല്ല രീതിയിൽ പോയി തുടങ്ങിയ ആൾക്കാർ അതറിഞ്ഞ് വാങ്ങിച്ചു പോകുന്നുണ്ട്. അതെ അല്ല, പക്ഷെ അതിനകത്ത് നമ്മള് പനീർ ഇടുന്നുണ്ട്, പിന്നെ സോയ ഇടുന്നുണ്ട്, സോയാബീൻ, പിന്നെ അതിനകത്ത് വേറെ കുറച്ച് വെജിറ്റബിൾസ്, അത് എന്തൊക്കെ 1-2 സാധനങ്ങളൊക്കെ ചേർക്കുന്നുണ്ട്. നമ്മള് കുറച്ച് മസാലകളൊക്കെ വരും അതിനകത്ത്. ഓക്കെ, നല്ല രുചിയാന്നാ പറഞ്ഞത്. കഴിച്ചവരൊക്കെ നമ്മുടെ ഇങ്ങനെ അഭിപ്രായം പറയും, സാധനം നന്നായിട്ടുണ്ട്. അതെ, നമ്മുടെ പുതിയ ഇത് ശരിക്കും വാഴയിലും കൂടി വാഴയില എന്ത് സാധനമാണ് വാഴയിലയിൽ നമ്മൾ പുതിയ പോലെ വാഴയില വിളമ്പി കൊടുത്താൽ അതിനൊരു പ്രത്യേക. അതായത് വാഴ ഒരു ശരിക്കും നമ്മളൊരു എന്താ പറയാ, ഒരു മെഡിസിനും കൂടിയാണല്ലോ. തീർച്ചയായിട്ടും. ഞാനിപ്പോ അവിടെ കടയിൽ തന്നെ, ഹോട്ടലിൽ തന്നെ മറ്റേ സ്റ്റീലിന്റെ പ്ലേറ്റ് ആണ് ഇതിന്, അതിനകത്ത് ഇല വെച്ചിട്ട് ഞാൻ എല്ലാത്തിലും ഇല വെച്ചിട്ട് ഞാൻ സെർവ് ചെയ്യുള്ളൂ. അപ്പൊ അതിന് ആൾക്കാർ കാണുമ്പോഴേ അതിന്റെ ഒരു ക്വാളിറ്റി മനസ്സിലാവും. അല്ല, മറ്റേത് നമ്മള് സാധാരണ ഒരു പ്ലേറ്റിൽ കൊണ്ടുപോയിട്ട് കൊടുക്കണമല്ലോ, അതൊരു പഴയ രീതിയിൽ ഇങ്ങനെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ആൾക്കാർ നല്ല അഭിപ്രായം. അല്ല, സ്വാമിയുടെ ഓരോ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് സാധനങ്ങൾ കൊടുക്കുന്നത്. നമ്മൾ ക്വാളിറ്റി നിർബന്ധമായിട്ട് കൊടുക്കണം.
എന്നാലേ അത് എന്നാലേ ആൾക്കാർ അതിനെപ്പറ്റി അഭിപ്രായം പറയുള്ളൂ. നാളെയും അത് അവിടെ തന്നെ പോവാന്നുള്ള ഒരു ചിന്തപ്പാട് വരുള്ളൂ. തീർച്ചയായിട്ടും. ഫാമിലിയുടെ സപ്പോർട്ട് എത്രത്തോളം? ഫാമിലിയിൽ എൻ്റെ ഭാര്യ, എൻ്റെ 2 മക്കളും ഇതിൽ തന്നെയാണ്, ഈ ഫീൽഡിൽ തന്നെയാണ്, 2 കടയിലും. അപ്പോൾ അവരാണ് മെയിനായിട്ട്. ഭാര്യ അതിപ്പോൾ ക്യാഷിൽ അവരെ ഓടി നടന്നോളൂ, അവിടെ ഇരുന്ന് കാര്യങ്ങൾ നടത്തി. മക്കള് രണ്ടുപേരും ഒരാൾ റെസ്റ്റോറൻറ്റിലുണ്ട്, ഒരാൾ സ്വീറ്റ് ഷോപ്പിലുണ്ട്. ചെല്ലുന്ന ഇപ്പൊ ഞാൻ ഹോട്ടലിലേക്ക് എന്നാൽ തന്നെ ഫസ്റ്റ് ഞാൻ ചെല്ലുന്ന കിച്ചണിലേക്കാണ്. അവിടെ അപ്പം അത് ഇത് എന്നും പറഞ്ഞാൽ അപ്പോൾ അവിടെ റെഡിയാണ്, ജോലിക്കാർക്ക് അറിയാം അവർക്ക്. പിന്നെ അതുമല്ല ഹോട്ടലിലെ എൻ്റെ വർക്കേഴ്സ് നല്ല ആൾക്കാരാണ്, നല്ല വർക്ക് അറിയുന്നവരാണ്, ആത്മാർത്ഥതയുള്ളവരാണ്. അല്ല, നമ്മുടെ ഒരു കുടുംബം പോലെ തന്നെയാണ്. തീർച്ചയായിട്ടും അവരോട് അങ്ങനെയാണ്, അവരും നമ്മളോട് അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ സ്വാമി പറഞ്ഞ പോലെ ഏതൊരു സ്ഥാപനത്തിന്റെയും മെയിൻ പാർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണ്, അല്ലേ? അതെ, തീർച്ചയായിട്ടും. എത്രത്തോളമാണ് സ്റ്റാഫിന്റെ സപ്പോർട്ട്? സപ്പോർട്ട് 100%. എന്തെങ്കിലും ഒരു സാധനം ഇല്ല എന്ന് പറയേണ്ടത് ആവശ്യമുള്ളൂ, തീർന്നു അപ്പം റെഡിയാണ് അവരപ്പോ. ഞങ്ങൾ ശരിയായിക്കോളാം, നമ്മൾ അടുക്കള കയറാൻ സാമ്യം മാറിക്കോളൂ, ഞങ്ങളായിക്കോളാം. അത് സത്യമാണ്, എൻ്റെ ഒരു ഭാഗ്യമാണ്. എൻ്റെ ഈ ഷോപ്പായാലും ശരി, എൻ്റെ സ്വീറ്റ് ഷോപ്പായാലും ശരി, അവിടെ എന്തെങ്കിലും ഒരു ഐറ്റം സ്വീറ്റ് എന്തെങ്കിലും തീർന്നു ഞാൻ അപ്പോൾ എൻ്റെ യൂണിറ്റിലേക്ക് പറഞ്ഞാൽ മതി, അപ്പം റെഡിയാണ് അവിടെ. ഇതല്ലാണ്ട് സ്വീറ്റ്സ് അല്ലാണ്ട് വേറെ എന്തെങ്കിലും ഇപ്പൊ ചിപ്സ് അല്ല മറ്റേ മിക്സർ ഉണ്ടെന്ന് പറഞ്ഞു, പിന്നെ അതാണ് അച്ചപ്പം, അങ്ങനെയുള്ള സാധനങ്ങളുണ്ടോ? ഇപ്പൊ ഷോപ്പിൽ ഞാൻ മിക്സർ ഉണ്ടാക്കുന്നുണ്ട്, ചിപ്സ് വറുക്കുന്നുണ്ട്. ചിപ്സൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്, വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതും കനം കുറഞ്ഞ ചിപ്സാണ്, അതൊരു പ്രത്യേക രുചിയാണ്. പിന്നെ അതിൻ്റെ തന്നെ പക്കവട ഉണ്ടാക്കുന്നുണ്ട്, മുറുക്ക്, അതിനൊക്കെ പീസ് വർക്കിന് ആള് വന്നോളൂ എനിക്ക്. അതിനാണ് ഞാൻ ചെയ്യുന്നതൊക്കെ. കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്താണ്. തീർച്ചയായിട്ടും സ്വീറ്റിലേക്ക് തന്നെ അല്ലേ? ഞാൻ കൂടുതൽ സമയം ഇരിക്കുന്നതും സ്വീറ്റ് ഷോപ്പിലാണ്. അല്ല, പിള്ളേരാണെങ്കിലും പിള്ളേരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? സ്വീറ്റ്സ് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? 2 മക്കളും ഈ സ്വീറ്റിന്റെ വർക്ക് പഠിച്ചവരാണ്, പഠിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഓ, എൻ്റെ ഇളയമോനും മൂത്തവനും എല്ലാവരും ജിലേബി ഭംഗിയായിട്ട് ഉണ്ടാക്കും. പിന്നെ ഒരു വർക്കർ ഇല്ലാന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറി നിൽക്കൂല. അതുമല്ല, സാധനം ഓർഡർ എടുത്താൽ തന്നെ വർക്കർ ഇല്ല എന്നുള്ള പേരിൽ നമ്മളത് ക്യാൻസൽ ചെയ്യില്ല. വളരെ ഇപ്പൊ ഈ 25 വർഷമായിട്ട് സ്വാമി ബിസിനസ് ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതിനകത്തുള്ള ഒരു മറക്കാൻ പറ്റാത്ത ഒരു അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ. ഒന്നുമില്ലാണ്ട് ഞാൻ കിടന്ന് വളരെയധികം കഷ്ടപ്പെട്ട ഒരാളാണ്. ഒരു ബിസിനസ് മേലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അത് എൻ്റെ നാട്ടുകാർക്ക് അറിയാം, എല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള ഓരോ ആൾക്കാർക്കും അറിയാം. ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടതാണ്. സ്വാമി എന്തായിരുന്നു ഫസ്റ്റ്? ഞാൻ ഇതിനു മുമ്പ് ഒരു ജ്വല്ലറിയിലാണ് വർക്ക് ചെയ്തിരുന്നത്, കോഴിക്കോട് ജ്വല്ലറി. അവിടെ നിന്ന് റിസൈൻ ചെയ്ത് വന്നിട്ടാണ് ഈ ഒരു ആശയം മനസ്സിൽ വന്നത്. അപ്പോൾ ഏട്ടന്മാരാണ് അതിൻ്റെ പുറകെ. അവർ ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്കും തോന്നി. പിന്നെ അന്ന് കയ്യിൽ പൈസയൊന്നും കാര്യമായിട്ട് ഉണ്ടായില്ല, എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ സമയമായിരുന്നു. അപ്പോൾ ഉള്ള പൈസ വെച്ചിട്ടാണ് ഈ പേട്ടയിൽ ഒരു മുറി എടുത്തത്, ചെറിയൊരു മുറിയായിരുന്നു. ഇപ്പം അത് ഇച്ചിരി വലുതാക്കി. അല്ല, നമ്മള് ഗ്രാജുവലി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് എങ്ങനെ ഡെവലപ്പായി വരുന്നു അതനുസരിച്ച് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് സ്വാമി എന്താ സംഭവം അറിയോ? നമ്മൾ ക്വാളിറ്റിയിൽ കുറവൊന്നും വരത്തില്ല, പക്ഷെ നമ്മൾ 10 രൂപ കൊടുക്കുന്നുണ്ടെങ്കിലും ആ പഴയ ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും. ക്വാളിറ്റി നിർബന്ധമാണ്, അത് യാതൊരു വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ബിസിനസ്. അതെ സ്വാമി, വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പം ഈ പല പുതിയ ഐറ്റംസുകളും ഇപ്പം നമ്മൾ പുറത്ത് നമ്മൾ ബേക്കറിയിലൊക്കെ കാണുന്നില്ല, പല സ്ഥലങ്ങളിൽ. എന്താ അങ്ങനെ ഒരു ചിന്ത നോക്കാത്തതാ? ഇത് നമ്മുടെ ഫാമിലി ബിസിനസ്സായിട്ട് തന്നെ ഞാൻ കൊണ്ടു നടക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം മക്കള് ഇങ്ങനെ തന്നെ പോയാൽ മതി, അവർ വലിയ കാര്യങ്ങൾ ഇതിനെപ്പറ്റി ഇനി ചിന്തിക്കണ്ട എന്ന് പറഞ്ഞാൽ. അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടുകൾ കുറേ വരും, മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രശ്നങ്ങൾ വരും. ഇനിയുള്ള കാലങ്ങളിലേക്ക് പറഞ്ഞാൽ 100 പ്രശ്നം. ഇപ്പോൾ വേസ്റ്റ് വാട്ടറിൻ്റെ പ്രശ്നങ്ങൾ, അങ്ങനെ 100 പ്രശ്നങ്ങളാണ്. ഒക്കെ കൈകാര്യം ചെയ്യാനായിട്ട് ഇനി അടുത്ത കാലത്തൊന്നും പറ്റില്ല ഇനിയുള്ളത്. അപ്പോൾ ഉള്ള ബിസിനസ് നല്ല രീതിയിൽ കൊണ്ടു നടക്കുക. നമ്മളിതിനകത്ത് ഉണ്ടാക്കുന്ന ഓയിലാണെങ്കിലും പിന്നെ മറ്റുള്ള എന്താ പറയുക ഐറ്റംസ് ആണെങ്കിലും പൊടികളാണെങ്കിലും എല്ലാം നമ്മൾ നാച്ചുറൽ സാധനം, അത്രേ ഉള്ളൂ. ഇപ്പൊ സ്വാമി തന്നെയാണ് പോയി പർച്ചേസ് ചെയ്തത് അല്ലെങ്കിൽ? ഇപ്പം മകനാണ് എല്ലാം, അതൊക്കെ ഞാൻ അയാൾ നോക്കിക്കോളും.
അവന് ഞാൻ പറഞ്ഞു രണ്ട് പിള്ളേരും അതിനകത്തേക്ക് ആക്റ്റീവ് ആയതുകൊണ്ട് നമ്മൾ ആ കാര്യങ്ങൾ അപ്പോൾ ചോദിക്കും എന്താ വേണ്ട വെച്ചാ ഇന്ന് സാധനം ഇങ്ങനെയൊക്കെ വേണം അപ്പം അതിനെ വിളിച്ച് പറഞ്ഞോളൂ. ഭാര്യയുടെ സപ്പോർട്ടാണ് ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. നമ്മൾ ഈ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് വീട്ടിൽ ചെല്ലുമ്പോൾ അതെ ഒരു ഇവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ആ ദിവസം തീർച്ചയായിട്ടും ശരിയാവില്ല. അല്ല ഇപ്പൊ സ്വാമി ഇപ്പോ പണ്ട് കണ്ടു ചെറിയൊരു ഷോപ്പിലാണെങ്കിലും ഫുൾ ടൈം അവിടെ എൻഗേജ്ഡ് ആണ്. അതെ അല്ലേ? അന്ന് ആരും ഉണ്ടായിരുന്നില്ല. എനിക്ക് സ്റ്റാഫ് ആരും ഉണ്ടായില്ല, ഞാൻ തനിച്ചായിരുന്നു. അപ്പൊ അത് അനുഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. പക്ഷെ അതിനെങ്കിൽ അതിൽ നിന്ന് നമ്മൾ സ്റ്റെപ്പ് വഴിയായിട്ട് നമ്മളത് ഈ ഒരു ലെവലെത്തി എത്തിയത് അല്ലേ? സ്വാമിയുടെ പേരിൽ തന്നെയുണ്ട് എല്ലാം അല്ലേ? ഇത്ര നേരം നമ്മൾക്ക് വേണ്ടി, അതായത് നമ്മുടെ ഈ ഒരു സ്വീറ്റ്സിനെ പറ്റിയും എല്ലാത്ര കാര്യങ്ങൾ ഷെയർ ചെയ്തല്ലേ. ഇനിയും പുതിയ പുതിയ ബ്രാഞ്ചുകൾ ഉണ്ടാകട്ടെ. ഇത് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്ത് ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.